അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ടല്ല ചായയൊക്കെ എടുത്ത് പുറത്ത് പോയിരുന്നാൽ നമ്മളെ മൈൻഡൊക്കെ ഒന്ന് നന്നാവും. അപ്പോൾ അന്നത്തെ ദിവസം മൊത്തം നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ജലദോഷം തുമ്മലും അലർജിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒരു മല്ലിച്ചായ ഉണ്ടാക്കി കുടിക്കാൻ വിചാരിച്ചിട്ടാണ്. മല്ലിയും കുരുമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച്. അപ്പോൾ ഇതാ ഈ സെൽഫൊക്കെ ഇന്നലെ രാത്രി ശരിയാക്കി വെച്ചാണ് ഞാൻ കേട്ടോ. ഒക്കെ പാത്രങ്ങളൊക്കെ തുടച്ച് പെറുക്കി രാത്രി വെച്ചതാണ്. അപ്പോൾ രാവിലെ നമുക്ക് എന്താ പറയുക, പണികൾ എളുപ്പമായിക്കാരല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കി പുറത്ത് കുറേ നേരം പോയി ഇരുന്നിട്ട് വന്നതിൻ്റെ ശേഷമാണ് ഞാൻ എന്താ പറയുക കറികളൊക്കെ വെച്ചത് കേട്ടോ. അപ്പോൾ എന്നും നിങ്ങൾക്ക് ഈ സിറ്റൗട്ട് കണ്ട് കണ്ട് ബോറടിച്ചിട്ടുണ്ടാവില്ല. എന്താ ചെയ്യുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കണം എന്നിങ്ങനെ തോന്നും. അപ്പോൾ വീഡിയോ എടുത്തിടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ കറി ഉണ്ടാക്കി, സാമ്പാർ കാക്ക പറഞ്ഞ് കുറച്ച് വെള്ളം പോലെ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി കാക്ക അങ്ങനെ കൂട്ടണം എന്ന് തോന്നുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സാമ്പാർ കുറച്ച് വെള്ളം പോലൊക്കെ ഉണ്ടാക്കി. പിന്നെ ബീട്രൂട്ട് ഉരുളക്കിഴങ്ങും കൂടെ ഉപ്പേരി ഉണ്ടാക്കി. പിന്നെന്താ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയിട്ട് എന്നാൽ പിന്നെ എന്താ പറയുക ദോശക്കും ഉച്ചക്ക് ചോറിനും കൂടെ അത് മതിയല്ലോ എന്ന് വിചാരിച്ചു. നമുക്ക് കുറേ പണിയുള്ളതല്ലെന്ന്. അപ്പോൾ ഓലൊക്കെ പോയതിൻ്റെ ശേഷമാണ് ഞാൻ ബാക്കി പണിയൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഡൈനിങ് ഹാളും അടുക്കളയാണെന്ന് നന്നാക്കണത്. അപ്പോൾ ഇതാണ് കോലട്ടോ. അപ്പോൾ അതൊക്കെ നന്നാക്കി പറക്കിയെടുത്ത് ഞാനും സിനിമകളും കൂടെ ഈ കോലത്തിലാക്കിയെടുത്ത് എന്താ പറയുക പൊടി നല്ലോണം പൊടിയുണ്ട് കേട്ടോ. ജനലൊക്കെ കഴുകി വൃത്തിയാക്കി ഈ ഒരു കോലത്തിലാക്കി. പിന്നെ അടുക്കളയാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയ്ക്ക് വന്നത്. സെൽഫത്തെ കുപ്പികളും സംഭവങ്ങളൊക്കെ താഴത്ത് വെച്ചിട്ട് ഇതൊക്കെ കഴുകണം കേട്ടോ. വെയിലായതുകൊണ്ട് നല്ല ഉണങ്ങി കിട്ടും. ഈ ഒരു കുപ്പി കാപ്പിപ്പൊടിൻ്റെ കുപ്പിയാണ്. ഒരു ഗൾഫിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അങ്ങനെ എടുത്തേക്കണതാണ്. ഈ സംഭവങ്ങളൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നേനെ കേട്ടോ. ഞാൻ അധികം പാത്രങ്ങളൊന്നും ഇവിടുന്ന് മേടിച്ചിട്ടില്ല. ഒക്കെ എൻ്റെ കാക്ക കൊണ്ടുവന്നതും പിന്നെ കുറേ എൻ്റെ ആങ്ങളെയും കൊണ്ടുവരും. അങ്ങനെ ഓല് കൊണ്ടുവന്നതന്നെ ഉള്ളൂ കേട്ടോ. ഇതിൽ വെള്ളം എന്താ പറയുക വേനൽക്കാലം ആകുമ്പോൾ ഇതിലാണ് വെള്ളം കുടിച്ചേക്കൽ. ഫ്രിഡ്ജിൽ അങ്ങനെ ഉപയോഗിക്കലില്ല, അതിനെടുത്ത് കുടിക്കലാണ്. പിന്നെ എന്താ പറയുക മഴയൊക്കെ വരുമ്പോൾ അത് കഴുകി പറക്കി വെക്കും. അപ്പോൾ ഇതാ അടുക്കള നല്ല ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. പിന്നെ കുറേ പ്രാവശ്യം ഞാൻ അടുക്കള വൃത്തിയാക്കണ വീഡിയോ ഇട്ടതുകൊണ്ടാണ് ഞാൻ എടുക്കാണ്ടിരുന്നിട്ടാ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ക്യാമറ ഓണാക്കി വെച്ചാൽ നമുക്ക് പണി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇതാ കുപ്പികളൊക്കെ നല്ലോണം ഉച്ചയാകുമ്പോഴത്തേനും ഫുള്ള് നല്ല ഉണങ്ങി കെട്ടിയിട്ടാണ് കഴുകിയപ്പോൾ. അപ്പോൾ എല്ലാം അടുക്കി പറക്കി നല്ല വെച്ചേക്കണ്. അപ്പോൾ ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് കേട്ടോ. അതാണ് കിച്ചണിൽ വെള്ളമൊക്കെ നമ്മൾ ഡെയിലി എടുക്കണതാണ്. പിന്നെ ഇവിടെ അങ്ങനെയൊന്നുമില്ല, കുട്ടികൾക്ക് എടുത്തുവെച്ച പാത്രം അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിലും എടുത്ത് വെള്ളം കുടിക്കലും ചായ കുടിക്കലൊക്കെ ചെയ്യും. എല്ലാത്തിലും എടുത്ത് ഫുഡ് കഴിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ വിചാരിക്കും വല്ലപ്പോഴും വരുന്ന വിരുന്നേർക്ക് എന്തിനാ അപ്പോൾ നമ്മൾ മക്കൾക്ക് കൊടുക്കാണ്ട് എടുത്തുവെച്ചിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ചിട്ട് എല്ലാം എടുത്തോളാൻ പറയും. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല, ഇന്നലെ കുറച്ച് തിരക്കുള്ള ദിവസമാണെന്ന്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു തിരക്ക് കേട്ടോ. ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. പിന്നെ ഞാൻ എന്താ പറയുക ഇന്നത്തെ വീഡിയോയിലൊന്ന് ചേർത്തിന്നുള്ളൂ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ 5-8 ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഓരോരോ പലഹാരം ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുക, അത്രയേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് എന്താ പറയുക നമുക്ക് ദൂരത്തേക്കൊന്നും പോകാനും കുട്ടികൾക്ക് സ്കൂൾ കാര്യങ്ങൾ നമുക്ക് കുട്ടികളായിട്ടൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കഴിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പപ്സ് ഉണ്ട്, കട്ട്ലേറ്റ് ഉണ്ട്, പിന്നെ സമൂസ ഉണ്ട്, ചട്ടിപ്പത്തിരി, പാൽവായക്ക അങ്ങനെ ഉണ്ട്, പിന്നെ നാരങ്ങ വെള്ളം ജ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഈ അടുക്കളയിലിരുന്ന് പണി കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക നമുക്ക് എപ്പോഴും തിരക്കല്ലേ. ആ ഒരു ഇതിൽ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു സന്തോഷം നമുക്കുള്ള സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും കൂടി ഇരുന്നാൽ കുറച്ച് നേരം നമുക്ക് എന്താ പറയുക വേറെ ഒരു ടെൻഷനും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ.